ഹലോ ഗീസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്യൂട്ടി ഗാലക്സി ആതിര. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അത്തം തുടങ്ങി, അത്തം 10 തിരുവോണം എന്നാണ് പറയുന്നത്. അപ്പം അത്തം തുടങ്ങിയപ്പോൾ എല്ലാവരും വീട്ടിൽ പൂക്കളമൊക്കെ ഇട്ട് കാണുമല്ലേ. അപ്പം നമ്മുടെ വീട്ടിലും പൂക്കളമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എങ്കിലും കടകളിലൊക്കെ റെഡിമെയ്ഡ് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള അത്തപ്പൂക്കളമൊക്കെ വിൽപ്പനയ്ക്കായിട്ട് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് അതുപോലെ ഒരു അത്തപ്പൂക്കളം ഉണ്ടാക്കി നോക്കാം. ഇത് ഞാൻ കേരളീയരെ ഒന്നും പറയല്ല, അത്തപ്പൂക്കളം ജസ്റ്റ് ഞാൻ വെറുതെ ഒന്ന് അതുപോലെയൊക്കെ ഉണ്ടാക്കിയതേ ഉള്ളൂ. അല്ലാതെ നമ്മുടെ വീട്ടിൽ ഒറിജിനൽ പൂവ് വെച്ചിട്ട് തന്നെയാണ് അത്തപ്പൂക്കളം ഇട്ടിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് എല്ലാ വർഷവും ഇടുന്നതും. അപ്പം എല്ലാവരും ഇങ്ങനെ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള സംഭവമാണല്ലോ ഇപ്പം അത്തപ്പൂക്കളം. അതുകൊണ്ട് ഞാനും ഒന്ന് ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നിങ്ങൾക്കൊന്ന് കാണണ്ടേ? അപ്പം വാ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അത്തപ്പൂക്കളം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ക്രാഫ്റ്റ് പേപ്പറാണ് എടുത്തിരിക്കുന്നത്. കളർ പേപ്പർ ഉണ്ടല്ലോ, ഇത് 3 രൂപയാണ് ഒരു പീസിന് വരുന്നത്. ഇത് ഞാൻ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലത്തെ ഒരു കുപ്പിയുടെ അടപ്പെടുത്തിട്ടുണ്ട്. അത് വെച്ച് ഇതുപോലെ ഒന്ന് അടയാളം പ്രസ് ചെയ്ത് കൊടുത്തിട്ട് അടയാളത്തിൽ നമ്മളൊന്ന് ഒരു സിസർ വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടുന്നത്. അപ്പം ഞാൻ ഇനി അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ആ ഒരു ക്രാഫ്റ്റ് പേപ്പർ ഉണ്ടല്ലോ, കുറേ മടക്കായിട്ട് മടക്കിയിട്ട് നമ്മൾ അതേപോലെ ഒരു ടിന്നിൻ്റെ അടപ്പോ എന്തെങ്കിലും അടപ്പെടുത്തിട്ട് ഇങ്ങനൊന്ന് വെച്ച് പ്രസ് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ ഒരു മാർക്ക് അവിടെ വീഴും. അതനുസരിച്ച് നമുക്ക് അത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. വീഡിയോയിൽ കാണുന്നത് പോലെ ഞാൻ എല്ലാ പേപ്പറും ഓരോന്നായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് വരാവേ. അങ്ങനെ നമ്മളിവിടെ ഓറഞ്ച് കളറിലെയും അതുപോലെ തന്നെ ഈ തോരണം ഉണ്ടല്ലോ, ഈ തോരണത്തിൻ്റെയാണ് ആ ഓറഞ്ച് കളർ കേട്ടോ. അപ്പം വേറെ ഒരു ഓറഞ്ച് കളർ, അത് ക്രാഫ്റ്റ് പേപ്പറാണ് അതും. പിന്നെ ആ വൈറ്റ് കാണുന്നത് ഞാൻ അല്ലാതെ A4 ഷീറ്റ് വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അങ്ങനെ വാങ്ങിയതുമാണ്. അങ്ങനെ ഞാൻ എല്ലാം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു ബൈൻഡ്, ഗമ്മ്, അതുപോലെ ഡിസൈൻ വരയ്ക്കാനായിട്ടുള്ള പെൻസിൽ, സ്കെയിൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഈ ഒരു അത്തപ്പൂക്കളം ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഫോട്ടോഷൂട്ടൊക്കെ നടത്തുവാണെങ്കിൽ വില കൂടിയ പൂക്കളുകൾ വാങ്ങിച്ചിട്ട് കുറച്ച് നേരത്തേക്ക് അത്തപ്പൂക്കളം ഇട്ടിട്ട് ചീത്തയാക്കി കളയേണ്ട ആവശ്യമൊന്നും വരത്തില്ല. ഇത് നമുക്ക് റീയൂസ് ചെയ്യാവുന്നതാണ്. ഏതെങ്കിലും നല്ലൊരു കവറിലൊക്കെ ഇട്ടിട്ട് സേഫായിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഒരെണ്ണം ഉണ്ടാക്കി വെച്ചാൽ വേറെ പ്രശ്നമൊന്നുമില്ല, നമുക്ക് ഫോട്ടോഷൂട്ടൊക്കെ എടുക്കുമ്പോൾ യൂസ് ചെയ്യാം, അത്ര തന്നെ. അങ്ങനെ ഞാനെല്ലാം നമ്മുടെ ആ ഒരു ടിന്നിൻ്റെ അല്ല, എൻ്റെ ഹാപ്പിക്കുട്ടൻ്റെ മരുന്നിൻ്റെ ആ ഒരു അടപ്പുണ്ടല്ലോ, അത് വെച്ചിട്ടാണ് ഞാൻ അളവെടുത്ത് കട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങളിഷ്ടമുള്ള കുപ്പിയുടെ അടപ്പെടുത്തിട്ട് നിങ്ങൾക്ക് അളവെടുക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ക്രാഫ്റ്റ് പേപ്പറെല്ലാം കട്ട് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ വേറൊരു പണിയും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നേ, പക്ഷേ ആ ദൗത്യം വിജയിച്ചില്ല കേട്ടോ. അതൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് വീഡിയോയിൽ. ഇനി ഞാനിവിടെ ഒരു ബൈൻഡ് എടുത്തിട്ടുണ്ട്. ഇനി ബൈൻഡിൽ നമ്മളൊരു ഡിസൈൻ വരച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് കറക്റ്റ് റൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വീട്ടിലെ ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വലിയൊരു പാത്രം എടുത്തിട്ട് ഞാൻ റൗണ്ടൊക്കെ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ അത്തപ്പൂക്കളത്തിൻ്റെ ഡിസൈൻ വരുന്നത്. ഇത് മാത്രമല്ല, ഇതിൻ്റെ ഇനി നമ്മൾ ഡിസൈൻ വരയ്ക്കുന്നുണ്ട്. അതിൻ്റെ പണിപ്പുരയിലാണ് ഞാനിപ്പോൾ. കുറച്ചൊക്കെ വരച്ചു, ഇനിയും വരയ്ക്കാനുണ്ട്. അവസാനം നമ്മളുടെ ഡിസൈൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശമൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ പെൻസിൽ വെച്ച് വരച്ചത് കൊണ്ട് വ്യക്തമായിട്ട് കാണാൻ പറ്റത്തില്ലായിരിക്കും, എങ്കിലും ഇതാണ് നമ്മുടെ ഡിസൈൻ. ഇനി നമ്മൾ കട്ട് ചെയ്തിരിക്കുന്ന പേപ്പറുകളാണിത്, പൂക്കൾ ഉണ്ടാക്കാൻ വേണ്ടി കട്ട് ചെയ്തിരിക്കുന്ന പേപ്പറുകളാണിത്. ഇപ്പോൾ ഞാൻ കാണിക്കുന്നതുണ്ടല്ലോ, തെർമോക്കോള് ഞാൻ മിക്സിയുടെ ജാറിലിട്ട് ഇങ്ങനെ പൊടിച്ച് വെച്ചിരിക്കുകയാണ്. നമുക്ക് പേപ്പർ കഴിഞ്ഞില്ലെങ്കിൽ ഇതും കൂടെ ആഡ് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് നമ്മൾ ഇത് ഇങ്ങനെ ഉണ്ടാക്കിയത്. ഇതിൽ ഞാൻ കുറേ കളറുകൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് പക്ഷേ ഭയങ്കരമായിട്ട് ഫ്ലോപ്പായിപ്പോയി. അതുകൊണ്ട് ഞാൻ എൻ്റെ ആ ദൗത്യം ഞാൻ ഉപേക്ഷിച്ചു. അത് ഞാൻ എന്തായാലും നിങ്ങളെ ഇത് കാണിച്ചു തരാം, ഫ്ലോപ്പായി പോയത്. ഞാനിതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളവും അതും ഇതുമൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ വീട്ടിൽ വേസ്റ്റായിട്ടുള്ളൊരു പാത്രവും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ ഇതുപോലെ തെർമോക്കോൾ ഉണ്ടായിരുന്നു, അത് നമ്മൾ മിക്സഡ് ജാറിലായിട്ട് പൊടിച്ചപ്പോൾ ഇങ്ങനെ കിട്ടി. ഇതെടുത്തിട്ട് നമ്മൾ ഓരോ കളറുകൾ, അതായത് അത്തപ്പൂക്കളത്തിന് ആവശ്യമായിട്ടുള്ള കളറുകൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഞാൻ പല കളറുകളും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു.
ഇനി നമുക്ക് അത്തപ്പൂക്കളം ഇട്ട് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആ കാണുന്ന റൗണ്ടിലുണ്ടല്ലോ, നമ്മൾ ആദ്യം ഫെവിക്കോളൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇവിടെ തുമ്പപ്പൂവിന് പകരം വൈറ്റ് കളറിലെ പേപ്പർ ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ ഞാൻ വൈറ്റ് കളറിലെ പേപ്പർ കട്ട് എടുത്തിട്ട് ഇതുപോലെ ഈ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഒരു പൂവിൻ്റെ ഷേപ്പിൽ കിട്ടും. ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. ഇതുപോലൊരു പേപ്പർ എടുക്കുക. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും പേനയോ പെൻസിലോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് വേണമെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റും. ഇതുപോലെ നമുക്ക് എല്ലാ ഫ്ലവേഴ്സും ചെയ്തെടുക്കാം. കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ആദ്യം ഞാൻ തെർമോക്കോൾ വെച്ചിട്ട് സെറ്റ് ചെയ്ത് നോക്കിയത്. ഗമ്മ് തേച്ചിട്ട് തെർമോക്കോൾ കളർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം വീണ്ടും അതുപോലെ തന്നെ ഒരു വൈറ്റ് കളർ ഞാനിങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് എന്തോ ഒരു ഭംഗി പോലെ തോന്നിയില്ല. ആദ്യം ഈ ഒരു പേപ്പർ ഫ്ലവർ വെച്ചത് കൊണ്ടാണെന്ന് തോന്നുന്നു. ഒന്നെങ്കിൽ നമ്മൾ ആ ഒരു തെർമോക്കോൾ മാത്രം വെച്ചിട്ട് തന്നെ ചെയ്ത് പോരുകയായിരുന്നെങ്കിൽ ഒരു പക്ഷേ നല്ല ഭംഗിയുണ്ടായിരുന്നേനെ. ഇപ്പം രണ്ടും കൂടെ മിക്സ് ചെയ്ത് വന്നപ്പം ഭംഗിയില്ലായിരുന്നു. അതിനുശേഷം ഞാൻ വീണ്ടും ഗമ്മ് തേച്ചിട്ട് ഇതുപോലെ റെഡിൻ്റെ കളർ വെച്ചിട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു പേപ്പറിന് 3 രൂപയാണ് മാർക്കറ്റിൽ, ഇവിടെ എൻ്റെ വീടിനടുത്തൊരു കടയിൽ കിട്ടിയത് കേട്ടോ. അപ്പോൾ 3 രൂപയ്ക്കാണ് ഞാൻ ഓരോ പേപ്പറും വാങ്ങിയത്. ഞാൻ എല്ലാ കളറും 3 ഷീറ്റ് വീതം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അടുത്ത റെഡ് വെക്കുകയാണ്. ഗീസ് ഞാൻ ഉണ്ടാക്കിയ അത്തപ്പൂക്കളാണ്. കണ്ടിട്ട് റീത്ത് പോലെ ഉണ്ടല്ലേ, പക്ഷെ ഇത് അത്തപ്പൂക്കളാണ് ഗീസ്.